ആൺകുട്ടികൾ ജനിച്ചാൽ സന്തോഷിക്കുകയും പെൺകുട്ടികൾ ജനിച്ചാൽ വേദനിക്കുകയും അതേപോലെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്ത കാലത്താണ് മഹദി ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ ഹബീബായ പുന്നാര നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുന്നത്. ഖുർആൻ കൊണ്ട് ശപിക്കപ്പെട്ട അബൂലഹബിനോട് വിവരം അറിയിക്കാൻ വേണ്ടി സുവൈബത്ത് എന്ന അടിമ അതാ കുട്ടി ആണാണെന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് ആ കേട്ട സന്തോഷത്താൽ ആ സുവൈബത്തിനെ മോചിപ്പിക്കുകയാണ്, ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചതിന്റെ പേരിൽ വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, കാലാകാലം അബൂലഹബ് നരകത്തിലാണ്. അബൂലഹബ് മരിച്ചുപോയപ്പോൾ ആ മരണപ്പെട്ട അബൂലഹബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കിനാവിൽ കാണുകയാണ്. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിൻ്റെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ കുടിക്കാൻ പറ്റുന്ന വെള്ളം ലഭിക്കുന്നുണ്ട്, അതേപോലെ ഖബറിൽ അദാബിനെ ലഘൂകരിക്കപ്പെടുന്നു എന്ന വാർത്ത മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നുണ്ട്. ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ ഇന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ. ഖുർആൻ മുഖേന ശപിക്കപ്പെട്ട അബൂലഹബ് ജനിച്ച കുട്ടി ആണാണെന്നറിഞ്ഞതിൽ മാത്രം സന്തോഷിക്കുകയാണ്. ആ ഒരു സന്തോഷം കൊണ്ട് സുവൈബത്ത് എന്ന അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയാണ്, ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ തിങ്കളാഴ്ചയിലും നരകത്തിൽ നിന്ന് അദാബിനെ ലഘൂകരിക്കപ്പെടുകയാണ്. മുത്തുനബിയുടെ ജനനത്തിൽ സന്തോഷിച്ച ഒരു കാഫിറിന് ഇത്രത്തോളം അദാബിൽ ലഘൂകരിക്കപ്പെടുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഫമല്ലു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമതാ മുവഹിദാ. ആയുസ്സുകാലം മുഴുവനും ആ ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മുഅ്മിനായി മരണപ്പെട്ടവന്റെ സ്ഥിതി എത്ര സന്തോഷകരമാണ്. അവൻ തീർച്ചയായും വിജയത്തിലാണ്.